ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള ഒരു കസ്റ്റാർഡ് ക്യാരറ്റ് ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. മാത്രമല്ല, നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു വിശപ്പും ദാഹവും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇനി ഈ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ ആദ്യം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഞാനിവിടെ ഒരു വലിയ ക്യാരറ്റ് മുഴുവനായിട്ടും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ നെയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഈ നെയ്യ് ഒന്ന് മെൽറ്റായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കപ്പ് ക്യാരറ്റ് മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഒരു ക്യാരറ്റ് 1 മിനിറ്റോളം നമുക്ക് ഈ നെയ്യിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ക്യാരറ്റൊക്കെ നെയ്യിൽ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഈ പഞ്ചസാരയോട് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. പാലൂടെ ചേർത്തതിന് ശേഷം ഇനി ഈ ക്യാരറ്റ് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലെ പാലൊക്കെ വറ്റി ഈ ക്യാരറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇതിലെ പാലൊക്കെ വറ്റി ക്യാരറ്റൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ക്യാരറ്റ് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കയ്യിലുള്ള ഏത് ഫ്ലേവർ കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു കസ്റ്റാർഡ് പൗഡറിലേക്ക് 1/4 കപ്പ് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ ഒരു കസ്റ്റാർഡ് പൗഡർ പാലിൽ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 500 ml പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ പാല് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. പാലിൽ പാടൊന്നും കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഇതിപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പഞ്ചസാരയോട് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഈ പാലിലേക്ക് ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ അതനുസരിച്ച് കുറച്ചുകൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കസ്റ്റാർഡ് മിക്സ് ഇല്ലേ, അതൊന്നുകൂടെ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഈ ഒരു പാലിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. ഈ ഒരു കസ്റ്റാർഡ് മിക്സ് കൂടെ ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. കാരണം ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ആ ഒരു കസ്റ്റാർഡ് കട്ട കിട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ഈ കസ്റ്റാർഡ് ഇപ്പം നന്നായിട്ട് തിളച്ച് കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കുറച്ചുകൂടെ തിക്കായിട്ടുണ്ട്. ഇതിനി ഒന്ന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ തിക്കാവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്നും തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഈ റൂം ടെമ്പറേച്ചറിലൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ ക്യാരറ്റും കസ്റ്റാർഡൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഗ്ലാസ്സിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ക്യാരറ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു ക്യാരറ്റിൻ്റെ മുകളിലായിട്ട് തണുപ്പിച്ച് വെച്ചിരുന്ന ഒരു കസ്റ്റാർഡ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ക്യാരറ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കസ്റ്റാർഡ് ക്യാരറ്റ് ഡ്രിങ്ക് തയ്യാറാക്കാൻ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഡ്രിങ്കാണ് കേട്ടോ. നോമ്പ് തുറക്കുന്ന സമയത്ത് ക്ഷീണവും ദാഹവും ഒക്കെ മാറാൻ പറ്റിയ ഒരു ഹെൽത്തി ഡ്രിങ്ക് കൂടിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്തൊരു ഇഫ്താർ റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.